ഹോംസ് ഓഫ് ഏഞ്ചൽസ് അമ്മമാരെ, നമ്മുടെ കോഴ്സിൻ്റെ ഡേ 15ലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ കോഴ്സിലെ 3-ാം ഘട്ടം തുടങ്ങുകയാണ്. നമ്മൾ ഇതുവരെ പഠിച്ച ആകർഷണ നിയമത്തിൻ്റെ ശക്തി നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കാം എന്ന് നോക്കാം. ഇന്നത്തെ വിഷയം കുട്ടികൾക്കായി ആകർഷണ നിയമം. കുട്ടികളുടെ കാര്യമാണ് ഒരമ്മയ്ക്ക് ഏറ്റവും വലിയ സമ്മർദ്ദം നൽകുന്നത്. കുട്ടികൾക്ക് വാശിയാണ്, പറഞ്ഞാൽ അനുസരണയില്ല, പഠിക്കാൻ മടിയാണ്, സ്ക്രീൻ ടൈം കൂടുതലാണ് എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കാറുണ്ട്. നമ്മൾ എവിടെ ശ്രദ്ധിക്കുന്നുവോ അതാണ് വളരുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾ കുട്ടികളുടെ ഒരു ഫോട്ടോ എടുക്കാൻ പോവുകയാണെങ്കിൽ അവരുടെ മോശം വശങ്ങൾ, അതായത് വാശി, അനുസരണക്കേട്, മൊബൈലിൻ്റെ ഉപയോഗം, അത് മാത്രം ഫോക്കസ് ചെയ്യുമോ? ഇല്ല. ഏറ്റവും മനോഹരമായി ചിരിക്കുന്ന ഒരു ചിത്രം എടുക്കാനാണ് നമ്മൾ ശ്രമിക്കുക. അതുപോലെ നമ്മുടെ മനസ്സിലെ ക്യാമറയിൽ കുട്ടികളുടെ കുറവുകളല്ല, മറിച്ച് അവർ ഇന്ന് നന്നായി കളിച്ചതിനെ, അവർ നിങ്ങളെ നോക്കി ചിരിച്ചതിനെ, അവർ സ്വയം ചെയ്ത ചെറിയ കാര്യങ്ങളെ, ഇതിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾ കുട്ടികളെക്കുറിച്ച് പോസിറ്റീവായി ചിന്തിക്കുമ്പോൾ ആ ഉയർന്ന വൈബ്രേഷൻ അവർക്ക് ഒരു പോസിറ്റീവ് എനർജി കവചം നൽകുന്നു. ഇന്നത്തെ ടെക്നിക് ഐഡിയൽ ചൈൽഡ് വിഷ്വലൈസേഷൻ. കുട്ടികൾക്ക് വേണ്ടി ഏറ്റവും നല്ല ഭാവി സൃഷ്ടിക്കാൻ സഹായിക്കുന്ന ഒരു ശക്തമായ വിഷ്വലൈസേഷൻ ടൂളാണിത്. ഇതിനെ നമുക്കൊരു ആരോഗ്യകരമായ ഭാവി കാണൽ പോലെ സങ്കല്പിക്കാം. ഇനി ഇന്നത്തെ പ്രാക്ടീസ് പറഞ്ഞു തരാം. കുട്ടികൾ സന്തോഷത്തോടെ പഠിക്കുന്നു, ആരോഗ്യത്തോടെ നല്ല ശീലങ്ങളോടെ ഇരിക്കുന്നു എന്ന് 2 മിനിറ്റ് വിഷ്വലൈസ് ചെയ്യുക. രാവിലെ എഴുന്നേറ്റ ഉടൻ അല്ലെങ്കിൽ രാത്രി കുട്ടികളെ ഉറക്കിയ ശേഷം 2 മിനിറ്റ് കണ്ടെത്തുക. നിങ്ങൾ ചെയ്യേണ്ടത്, കണ്ണുകൾ അടച്ച് നിങ്ങളുടെ കുട്ടികളെ സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ, നിറഞ്ഞ ചിരിയോടെ കാണുക. അവരുടെ മോശം ശീലങ്ങളെക്കുറിച്ചോ അനുസരണക്കേടിനെക്കുറിച്ചോ ചിന്തിക്കരുത്. പകരം അവർ അച്ചടക്കമുള്ളവരും അനുസരണയുള്ളവരുമാണ് എന്ന് വിഷ്വലൈസ് ചെയ്യുക. അവർ സന്തോഷത്തോടെയും ശ്രദ്ധയോടെയും പഠിക്കുന്നു എന്ന് കാണുക. അവർ സ്ക്രീൻ ടൈം കുറച്ച് മറ്റുള്ളവരുമായി ഇടപഴകുന്നത് സങ്കല്പിക്കുക. നിങ്ങളുടെ മക്കൾ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മികച്ചവരാണെന്നുള്ള സമാധാനവും സന്തോഷവും മനസ്സിൽ അനുഭവിക്കുക. ഓർക്കുക, നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ കുട്ടികളുടെ ലോകത്തിലെ ഏറ്റവും വലിയ മാന്ത്രികം. നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾക്ക് അത് യാഥാർത്ഥ്യമാകും. നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾ അവർക്കായി ആഗ്രഹിക്കുന്നത് പോലെ ആയിരിക്കും. അതിനുള്ള ആദ്യ ചുവടുവയ്പ് നിങ്ങൾ അവരെ അങ്ങനെ കാണുക എന്നതാണ്. നിങ്ങൾ ഇന്ന് ഈ ഐഡിയൽ ചൈൽഡ് വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്തോ ഇല്ലയോ എന്ന കാര്യം കമൻറ്റിലൂടെ അറിയിക്കണേ. നാളെ നമ്മൾ വാക്കുകളുടെ ശ്രദ്ധയെക്കുറിച്ച് പഠിക്കും. അതുവരെ കുട്ടികളെക്കുറിച്ച് നല്ലത് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക. താങ്ക് യു.